നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച അമേരിക്കയും ഇറാനും. ഹോർമുസ് തുറക്കാൻ നടപടി തുടങ്ങി ഇറാൻ. ലബനിലേക്ക് ഇസ്രയേലിന്റെ കനത്ത ആക്രമണം. ഇറാൻ ആയുധങ്ങൾ വിറ്റാൽ അധിക നികുതിയെന്ന് ഡൊണാൾഡ് ട്രംപ്. GCC രാജ്യങ്ങൾക്കുമേൽ ആക്രമണം തുടർന്ന് ഇറാൻ. 17 ബാലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും തകർത്തുവെന്ന് UAE പ്രതിരോധ സേന. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ. 2500 പ്രശ്നബാധിത ബൂത്തുകൾ. കണ്ണൂരിൽ നിരോധനാജ്ഞ. നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറിലും വോട്ടുറപ്പിച്ച സ്ഥാനാർത്ഥികൾ. അസമിലും പുതുച്ചേരിയിലും നാളെ ജനവിധി. പോളിംഗ് വിവരങ്ങളുടെ തത്സമയ വിവരങ്ങളുമായി അമൃത ന്യൂസും. തൃശൂരിൽ വീണ്ടും കിറ്റ് വിവാദം. കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്കകത്ത് കണ്ടെത്തിയ കിറ്റുകൾ BJP വിതരണത്തിനായി തയ്യാറാക്കിയതെന്ന ആരോപണം. മഞ്ചേശ്വരത്ത് വ്യാപകമായ കള്ളവോട്ടിന് UDF നീക്കമെന്ന് K. സുരേന്ദ്രൻ. അടൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്കെതിരെ കൊലക്കേസിലെ പ്രതിയെന്ന് CPIയുടെ അപവാദ നോട്ടീസ്. കസ്റ്റഡിയിലായ CPI പ്രവർത്തകരെ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തി വിളിച്ചിറക്കി. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടിന് പണം നൽകിയെന്ന പരാതിയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി ജില്ലാ കലക്ടർ. പൊതുശാന്തിയെയും നൈതികതയെയും ബാധിച്ചാൽ ചില ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാകുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നിരീക്ഷണം, ശബരിമലയിലെ യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കേസുകളുടെ വാദത്തിനിടെ അവിശ്വാസികളുടെ ഹർജി എന്തിന് കേൾക്കണമെന്ന ചോദ്യമുയർത്തി 9 അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് BV നാഗരത്ന. സൗദിയിലെ റിയാദിൽ വാഹനാപകടം, 6 മരണം. ബനി തമീമിലുണ്ടായ അപകടത്തിൽ മരിച്ചത് 4 അധ്യാപികമാരും 2 ഡ്രൈവറും. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് താൽക്കാലിക ശാന്തി. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്ക് തുറക്കുക. ഹോർമുസിലൂടെയുള്ള സുഗമവും സുരക്ഷിതവുമായ എണ്ണ നീക്കത്തിനുള്ള പ്രോട്ടോകോൾ. ഇറാന്റെ പുനർനിർമ്മാണത്തിനുള്ള എല്ലാ സഹായവും. ഇറാഖിലും ലെബനോണിലും യമനിലും ഉൾപ്പെടെ അടിയന്തര വെടിനിർത്തൽ. ഇറാന്റെ മരവിപ്പിച്ച എല്ലാ ഫണ്ടുകളും റിലീസ് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള 10 നിർദ്ദേശങ്ങളിലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. 1.5 മാസമായി തുടർന്നു വന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിനാണ് താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിനാണ് ഇരുപക്ഷവും അംഗീകാരം നൽകിയത്. ഉപാധികൾക്ക് വിധേയമായി ഹോർമുസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിന് ആദ്യം സമ്മതിച്ചത്. ഇത് അംഗീകരിക്കുന്നുവെന്ന് പിന്നാലെ ഇറാനും അറിയിക്കുകയായിരുന്നു. ഇറാനെതിരായ അന്ത്യശാസനം 2 ആഴ്ച കൂടി നീട്ടണം എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഇടപെടലാണ് ഫലം കണ്ടത്. ഇറാന് നേരെയുള്ള ബോംബാക്രമണങ്ങളും മറ്റാക്രമണങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹമാധ്യമ പേജായ ദി ട്രൂത്തിൽ കുറിച്ചത്. ഇറാനുമായി ഒരു ദീർഘകാല സമാധാന കരാർ ചർച്ചകളിൽ നല്ല പുരോഗതിയെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും ധാരണയായതായും ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ഇസ്രായേലും പങ്കാളിയാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ സമയപരിധി അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് നിർണായക തീരുമാനം. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലും തങ്ങളുടെ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിൽ ഉപാധികളോടെയുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതോടെ ആഗോള എണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ലോകത്തെ പ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ് വിപണിയിൽ ആശ്വാസമായത്. 15% എണ്ണവിലയിൽ ഇടിവുണ്ടായത്. കൂടാതെ ഏഷ്യ പസഫിക് മേഖലയിലെ ഓഹരി വിപണികളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഫലമായി വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾക്കായി ഇറാൻ അമേരിക്ക പ്രതിനിധികളെ പാകിസ്ഥാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ ദീർഘകാല സമാധാന കരാറിലേക്ക് നീങ്ങുമെന്നാണ് ലോകം പ്രത്യാശിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇറാനും അമേരിക്കയും വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷവും GCC രാജ്യങ്ങൾക്കുമേൽ ആക്രമണം തുടർന്ന് ഇറാൻ. UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി. UAEക്ക് നേരെ പ്രയോഗിച്ച 17 ബാലിസ്റ്റിക് മിസൈലുകളും
35 ഡ്രോണുകളും തകർത്തുവെന്ന് UAE പ്രതിരോധ സേന അറിയിച്ചു. അബുദാബിയിൽ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണ ശ്രമത്തെ തുടർന്ന് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. മറ്റ് 2 പേർ UAE സ്വദേശികളാണ്. ഇതോടെ ഇറാൻ, ഇസ്രയേൽ, US സംഘർഷം തുടങ്ങിയതിന് ശേഷം UAEയിൽ പരിക്കേറ്റവരുടെ എണ്ണം 224 ഫെബ്രുവരി 28 ശേഷം 537 ബാലിസ്റ്റിക് മിസൈലുകളും 26 ക്രൂയിസ് മിസൈലുകളും 2256 ഡ്രോണുകളുമാണ് UAEയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചത്. അതേസമയം ഇസ്രയേൽ ലെബനനിൽ കടുത്ത ആക്രമണം നടത്തുകയാണ്. 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 10 മിനിറ്റിൽ 100 ഇടങ്ങളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ ഇന്ന് നടത്തിയത്. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം തുടരുമെന്നും ലെബനന് വെടിനിർത്തൽ ബാധകമല്ലെന്നും ഇസ്രയേൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ ശാശ്വത സമാധാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. നയതന്ത്ര നീക്കത്തിലൂടെയും ചർച്ചയിലൂടെയും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷം ഇതിനോടകം ജനങ്ങൾക്ക് ദുരിതം വരുത്തി ആഗോള ഊർജ്ജ വിതരണത്തെയും വ്യാപാര മേഖലയെയും ബാധിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് നീക്കം എളുപ്പമാകും എന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 2920 രൂപ കൂടി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 1,12,800 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലത്തെ വിലയായ 13,735 രൂപയിൽ നിന്നും 14,100 രൂപയിലേക്ക് കുതിച്ചു. ഗ്രാമിന് 365 രൂപയുടെ വർധനവാണ് ഇന്നുണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നതാണ് വിപണിയെ സ്വാധീനിച്ചത്. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. കേരളം നാളെ വിധിയെഴുതും. 23 ദിവസത്തെ വാശിയേറിയ പ്രചാരണത്തിനും 1 ദിവസത്തെ നിശബ്ദ പ്രചരണത്തിനും ശേഷമാണ് കേരളം നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത്. 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന അഭിപ്രായ സർവേകളായിരുന്നു ഇത്തവണ പുറത്തുവന്നത്. കൊട്ടിക്കലാശത്തിന് ശേഷം നിശബ്ദ പ്രചാരണ ദിവസവും രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയായിരുന്നു. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇത്തവണ ഇറങ്ങിയത്. 10 വർഷം അധികാരത്തിന് പുറത്തായതിന്റെ ക്ഷീണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലൂടെ മറികടന്ന് UDFും പോരാട്ടത്തിൽ സജീവമായിരുന്നു. നേമത്തെ അക്കൗണ്ട് പൂട്ടിപ്പോയതിന്റെ നിരാശയിലല്ല, മറിച്ച് തൃശൂർ പാർലമെന്റ് മണ്ഡലവും തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആവേശത്തിലായിരുന്നു NDA. പ്രചാരണത്തിനുള്ള ദിവസങ്ങൾ കുറവായിരുന്നുവെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. ഡീൽ ആരോപണമടക്കം പ്രചാരണ വിഷയങ്ങളായി. CPM BJP ഡീൽ ആരോപണം ഉയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടു. മുഖ്യമന്ത്രി തന്നെ മറുപടിയുമായി രംഗത്തെത്തിയതോടെ വാദപ്രതിവാദങ്ങൾ ആവേശത്തിലായി. SDPI വെൽഫെയർ പാർട്ടി ബന്ധവും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി കയർത്തതും വാർത്തകളിൽ നിറഞ്ഞു. വയനാടിനായി പിരിച്ച പണം സംബന്ധിച്ച അവ്യക്തതയും വീട് പണിയാത്തതും കണക്കിലെ പൊരുത്തക്കേടും കോൺഗ്രസിനെതിരെ അവസാന നിമിഷം വരെ ഇടതുമുന്നണി ആയുധമാക്കി. മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വിളിച്ചതും ഫേസ്ബുക്കിൽ മതി സംവാദം എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും മുഖ്യമന്ത്രിയുടെ വിവാദ പ്രയോഗങ്ങളും വാർത്തയിൽ നിറഞ്ഞു. പേരാമ്പ്രയിലെ വർഗീയ പരാമർശവും BJPയുടെ ലവ് ജിഹാദ് ആരോപണവും പ്രചാരണ വിഷയങ്ങളായി. 1 മാസത്തോളം നീണ്ടുന്ന പ്രചാരണത്തിന് ശേഷം കേരളം വിധിയെഴുതുമ്പോൾ ആ വിധിയെഴുത്ത് രാഷ്ട്രീയ കേരളത്തിന്റെ പതിവുകളെ മാറ്റുമെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ വീണ്ടും വോട്ടിന് കിറ്റ് ആരോപണം. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്കകത്താണ് കിറ്റുകൾ പാക്ക് ചെയ്തിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അബിൻസിന്റെ സഹോദരന്റേതാണ് സ്ഥാപനം. കിറ്റുകൾ BJP വിതരണത്തിനായി തയ്യാറാക്കിയതാണെന്ന് LDF ആരോപിച്ചു. തൃശൂർ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ കിറ്റ് വിതരണം ചെയ്തെന്ന് LDF ആരോപിച്ചു. BJPക്ക് ഇലക്ഷൻ കമ്മീഷനെ ഭയമില്ലെന്നും കമ്മീഷനെ നോക്കുകുത്തിയാക്കുകയാണെന്നും LDF ആരോപിച്ചു. 2024 മാനിപ്പുലേറ്റഡ് വിക്ടറി ആവർത്തിക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അച്ചാർ കമ്പനിയിൽ കിറ്റ് പാക്ക് ചെയ്യേണ്ട ആവശ്യമെന്താണെന്നും LDF നേതാവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാർ ചോദിച്ചു. BJP ഇലക്ഷൻ കമ്മീഷൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ
ശ്രമിക്കുന്നതിൻ്റെ നേർചിത്രമാണ് ഈ കാച്ചേരിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു അച്ചാർ കമ്പനിയാണ്. അച്ചാർ കമ്പനിയിൽ പലയം ചെയ്യുന്നൊരു കാര്യം എന്താണ്? ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ BJP തോൽക്കുമെന്ന് കണ്ടപ്പോൾ പണാധിപത്യത്തെ ഉപയോഗപ്പെടുത്തി സുരേഷ് ഗോപി ജയിച്ചതുപോലെ വോട്ട് പിടിക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് LDF നേതാവ് അനൂപ് ദേവിസ് കാട ആരോപിച്ചു. ഇവിടെ സുരേഷ് ഗോപിയുടെ പണാധിപത്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചതുപോലെ ഇവിടെ ഈ കാര്യങ്ങൾ കിറ്റ് കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് BJP പ്രവർത്തിക്കുന്നത്. അതേസമയം വിഷുവിന് വിതരണം ചെയ്യാനുള്ള കിറ്റാണ് തയ്യാറാക്കുന്നതെന്നാണ് ഗോഡൌൺ ഉടമ അനീഷിന്റെ മൊഴി. സംഭവത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഒല്ലൂർ ACP തോംസൺ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിച്ചു വരികയാണ്. മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിലാണ് കള്ളവോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള 33 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ടിന് ശ്രമം നടക്കുന്നത്. ജില്ലാ ഭരണകൂടം ഈ ബൂത്തുകളിൽ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും K. സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തു നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടൂർ നിയോജക മണ്ഡലത്തിൽ നിശബ്ദ പ്രചരണത്തിനിടെ നാടകീയ സംഭവങ്ങൾ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെതിരെ അപകീർത്തികരമായ നോട്ടീസ് വിതരണം ചെയ്തതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത CPI പ്രവർത്തകരെ CPI നേതാക്കളെത്തി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇതിന് പിന്നാലെ RDO ഓഫീസ് ഉപരോധിച്ച UDF സ്ഥാനാർത്ഥിക്കെതിരെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. അടൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ തുടങ്ങിയ ഡിജിറ്റൽ യുദ്ധമാണ് ഇപ്പോൾ തെരുവിലേക്ക് പടർന്നിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വ്യാജ പ്രൊഫൈലുകൾ വഴി നവമാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു. പരാതിയെ തുടർന്ന് ഇവ നീക്കം ചെയ്തെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ഇതേ ആരോപണങ്ങൾ നോട്ടീസ് രൂപത്തിൽ മണ്ഡലത്തിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു. ഇതിനെതിരെ ശാന്തകുമാർ ഇന്നലെ രാത്രി റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസ് ഉപരോധിച്ചതോടെയാണ് സംഭവങ്ങൾ ഗതിമാറിയത്. കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാജ നോട്ടീസ് വിതരണം ചെയ്തെന്നാരോപിച്ച് അടൂർ, കൊടുമൺ, ഏനാത്ത് സ്റ്റേഷൻ പരിധികളിലായി 4 CPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ പോലീസ് പ്രവർത്തകരെ വിട്ടയച്ചു. ഇവർ രണ്ടുപേരും രാവിലെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് UDFന്റെ ഒരു പ്രവർത്തക മോനിഷ എന്ന് പറഞ്ഞ പ്രവർത്തകയും 3-4 പേരും കൂടെ വന്നിട്ട് യാതൊരു കാരണമില്ലാതെ ഇവരെ വണ്ടി തടഞ്ഞു. വണ്ടി തടഞ്ഞിട്ട് താക്കോൽ ഊരി കൊണ്ടുപോയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവരുടെ കൈവശം ഇരുന്ന അവരുടെ കയ്യിൽ നിന്ന് നോട്ടീസ് എടുത്ത് കൊടുത്തിട്ട് എവരാണ് വിതരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരെ പോലീസ് കൊണ്ട് പിടിപ്പിച്ചു. ഞങ്ങൾ അതറിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ പേരിലാണ് വോട്ട് പിടിക്കുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന നോട്ടീസാണിത്, CAയുടെ ഇരുന്ന നോട്ടീസാണിത്. ഈ നോട്ടീസിനകത്ത് ഒരു പേരുണ്ട്, തട്ടയിൽ ചന്ദ്രൻ. ഈ നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയാൽ എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം UDFന് വേണ്ടി ബോധപൂർവമായി ഈ രണ്ടുപേരെ പോലീസിന്റെ ഒത്താശയോടുകൂടി അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണ് എന്നറിഞ്ഞ് ഇപ്പൊ രണ്ടുപേരും വിട്ടയച്ചു. സംഭവത്തിൽ വൈകാരികമായാണ് UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പ്രതികരിച്ചത്. ഇടതുമുന്നണി ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയതാണെന്ന് CV ശാന്തകുമാർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെയും അവർക്ക് ഒത്താശ ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനകത്ത് ഉണ്ടാകുന്ന മാനസികമായും ശാരീരികമായുള്ള ആഘാതത്തിന് ഇതിനെ നോട്ടീസ് ഇറക്കിയവരതിന് ഉത്തരവാദിത്തം പറയണം. നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊരു അഭിഭാഷകനാണ്. തീർച്ചയായും നിയമപരമായി അവരെ കൊണ്ടുവരും. ഇന്ന് ഇപ്പോൾ DYSP ഓഫീസിൽ വന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയവർക്കെതിരെ അതിന് നടപടി എടുക്കേണ്ടതായിട്ട് ഉത്തരവുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ DYSPക്കെതിരെയും SHOക്കെതിരെയും പരാതി കൊടുക്കും. നാടകീയമായ സംഭവവികാസങ്ങൾക്കിടെയാണ് UDF സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ നടപടിയുമായി ജില്ലാ കളക്ടർ രംഗത്തെത്തിയത്. നിശബ്ദ പ്രചാരണ സമയത്ത് മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിലൂടെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് കളക്ടറുടെ കണ്ടെത്തൽ. ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ S. പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. വോട്ടെടുപ്പിന് തൊട്ടുമുൻപുള്ള ഈ രാഷ്ട്രീയ പോര് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.
പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ മതിയായ സൗകര്യം ഏർപ്പെടുത്താത്തതിനെതിരെ വ്യാപക പരാതി സർവീസ് സംഘടനകൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു. ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ഹർജി നൽകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സൗദിയിലെ റിയാദിനടുത്ത് ഹോത്ത ബനി തമീമിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. 4 അധ്യാപികമാരും 2 ഡ്രൈവർമാരുമാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ ബറക് റോഡിലായിരുന്നു അപകടമുണ്ടായത്. അൽ ഉബൈദിയായത് ഗ്രാമത്തിലെ സ്കൂളിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന അധ്യാപികമാർ സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അധ്യാപികമാരുടെ വാഹനത്തിന് തീപിടിച്ച് അധ്യാപികമാരും അവരുടെ ഡ്രൈവറും മറുഭാഗത്തെ കാറിലുണ്ടായിരുന്ന സൗദി യുവാവും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. മേഖലയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കുവൈറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനും സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ വരാനിരിക്കുന്ന അധ്യയന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകളും നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളും ചർച്ച ചെയ്തു. സ്കൂൾ കെട്ടിടങ്ങളിലും പരിസരങ്ങളിലും മിസൈൽ അവശിഷ്ടങ്ങളോ അപകടകരമായ വസ്തുക്കളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. വിദ്യാഭ്യാസ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും ആധുനിക പ്രവർത്തന രീതികൾ നടപ്പിലാക്കുന്നതിനും മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി അൽ തബ്താബായ് വ്യക്തമാക്കി. മക്കയിലെ നഗരപരിധിയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഫുഡ് ട്രക്കുകൾക്കെതിരെ നടപടി കർശനമാക്കി മക്ക മുനിസിപ്പാലിറ്റി. മൊബൈൽ വാണിജ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും നഗരത്തിന്റെ സൗന്ദര്യം നിലനിർത്താനും ലക്ഷ്യമിട്ടാണ് മുനിസിപ്പാലിറ്റിയുടെ പുതിയ നീക്കം. പൊതുസ്ഥലങ്ങളിലും നടപ്പാതകളിലും ഉപേക്ഷിച്ച നിലയിലോ അനധികൃതമായോ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജിദ്ദയിൽ ആവേശഭരിതമായ തിരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചു. ഷർഫിയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. മുദ്രാവാക്യങ്ങൾ മുഴക്കിയും രാഷ്ട്രീയ ഗാനങ്ങൾ ആലപിച്ചും പ്രവർത്തകർ പരിപാടിയെ ഉത്സവ അന്തരീക്ഷത്തിലാക്കി. OICC നാഷണൽ കമ്മിറ്റി ട്രഷറർ യാസിർ നായിഫ്, CTP ഇസ്മായിൽ, EP മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. UM ഹുസൈൻ മലപ്പുറം സ്വാഗതവും ഫൈസൽ മക്കരപ്പറമ്പ് നന്ദിയും പറഞ്ഞു. വിലക്കയറ്റത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം സബ്സിഡി നൽകി. അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾക്ക് സബ്സിഡി നൽകിക്കൊണ്ട് വിപണിയിൽ വിലസ്ഥിരത ഉറപ്പാക്കുമെന്ന് മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മർവ അൽ ജൈദാൻ അറിയിച്ചു. ഇറക്കുമതിക്കാർക്ക് അധികമായി വരുന്ന ചിലവുകൾ വഹിക്കാൻ സബ്സിഡി നൽകുന്നതിലൂടെ വിപണിയിൽ സാധനങ്ങളുടെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കും. പുതിയ സബ്സിഡി തീരുമാനം നിലവിൽ വന്ന തീയതി മുതൽ ജൂൺ 30 വരെ പ്രാബല്യത്തിലുണ്ടാകും. സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ആവശ്യമെങ്കിൽ കാലാവധി നീട്ടാൻ മന്ത്രാലയത്തിന് അധികാരമുണ്ട്. ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക വിപണിയിലെ അനാവശ്യമായ വിലവർദ്ധനവ് തടയുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. കുവൈറ്റിൽ പണമിടപാടുകൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പിക്കുന്നതിനായി പ്രധാന സേവന മേഖലകളിൽ 10 കുവൈറ്റ് ദിനാറിന് മുകളിലുള്ള പണമിടപാടുകൾക്ക് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിലാണ് ഈ നിർണായക തീരുമാനം. വാണിജ്യ വ്യവസായ മന്ത്രി ഒസാമ ബൂദായി പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം 10 കുവൈത്തി ദിനാറിന് മുകളിലുള്ള എല്ലാ പണമിടപാടുകളും ഇനി മുതൽ ബാങ്കിംഗ് ചാനലുകൾ വഴിയോ കുവൈറ്റ് സെൻട്രൽ ബാങ്ക് അംഗീകരിച്ച ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങളായ KNet, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയവ വഴിയോ മാത്രമേ നടത്താവൂ. കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്തുള്ള 42 കെട്ടിടങ്ങൾ 2 ആഴ്ചയ്ക്കകം പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കുവൈറ്റ് നഗരസഭയുടെ ഉത്തരവ്. പൊതുമരാമത്ത് മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സെന്റർ ഫോർ ടെസ്റ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റിസർച്ച് എന്നീ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയാണ് നടപടി. ഈ കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലാത്തവയും ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന തരത്തിൽ ജീർണാവസ്ഥയിലും ആണെന്നാണ് റിപ്പോർട്ട്. തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കെട്ടിടം ഒഴിപ്പിക്കുവാനും പൊളിച്ചു മാറ്റാനും നഗരസഭ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം തിരൂരിലെ UDF സ്ഥാനാർത്ഥി മന്ത്രി V അബ്ദുറഹ്മാൻ താനൂരിനെ പാകിസ്ഥാനോട് ഉപമിച്ച് നടത്തിയ പരാമർശവും അബ്ദുറഹ്മാനെതിരെ UDF പ്രവർത്തകരുടെ പ്രചരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിലേക്ക് നയിച്ചു. റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശത്തിനിടെയായിരുന്നു V അബ്ദുറഹ്മാന്റെ വിവാദ പ്രസംഗം. 2 മാച്ച് നമ്മൾ കളിച്ചു, താനൂരിൽ പാകിസ്ഥാനിൽ വെച്ച് കളിച്ചു, 2ലും അവരെ തോൽപ്പിച്ചു. ഇത് 3ാമത്തെ മാച്ച്.
പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അബ്ദുറഹ്മാൻ താനൂരിനെ അപമാനിച്ചുവെന്ന് UDF ആരോപിച്ചു. പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. എന്നാൽ പ്രസംഗം ക്രിക്കറ്റ് മത്സരത്തെ ഉപമിച്ചായിരുന്നുവെന്നും ലീഗുകാർ പ്രസംഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും V. അബ്ദുറഹ്മാൻ പിന്നീട് വിശദീകരിച്ചു. ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ ആരവം പോലെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതിനിടെ UDF പ്രവർത്തകർ താനൂർ ബോട്ടപകടത്തിന് കാരണക്കാരൻ V. അബ്ദുറഹ്മാൻ ആണെന്ന തരത്തിൽ പ്രചരണം നടത്തിയതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംഭവത്തിൽ കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. 2018 പ്രളയത്തിന് കാരണം സർക്കാരിന്റെയും അഴിമതിയും ക്രമക്കേടുമാണെന്ന ആരോപണം ആവർത്തിച്ച് മൂവാറ്റുപുഴയിലെ സിറ്റിംഗ് MLA-യും UDF സ്ഥാനാർത്ഥിയുമായ മാത്യു കുഴൽനാടൻ. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാത്തത് താഴെയുള്ള മണൽത്തിട്ട മുഴുവൻ ഒലിച്ചുപോകും എന്നതിനാലാണെന്നും 2018-ലും 2019-ലും ഇവരുടെ പ്രധാന ആശങ്ക ഈ മണ്ണാണെന്നും കുഴൽനാടൻ ആരോപിച്ചു. എന്നാൽ നിയമസഭയിൽ ചർച്ച നടന്നപ്പോൾ മിണ്ടാത്തതെന്തെന്ന് സുമേഷ് അച്യുതന്റെ നിരാഹാരം വോട്ട് ലക്ഷ്യമിട്ടെന്നും മന്ത്രി K. കൃഷ്ണൻകുട്ടി തിരിച്ചടിച്ചു. 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ആരോപണം ആവർത്തിച്ചത്. 19 പ്രളയ നിയന്ത്രണ ഒരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനെന്ന് കുഴൽനാടൻ പറഞ്ഞു. തോട്ടപ്പള്ളിയിൽ നിന്ന് മഴയ്ക്ക് മുൻപ് എങ്ങനെയും മണലെടുക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശമെന്ന് കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഈ ഓർഡർ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുടെ ഇന്റൻഷൻ, അവരുടെ താല്പര്യം എവിടെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരു പ്രളയം കഴിഞ്ഞിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് എവിടെയായിരുന്നു കാണിക്കുന്ന ഡോക്യുമെൻ്റാണിത്. അതായത് എന്തിനാണ് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മണ്ണിനെ കുറിച്ച് വല്ലാതെ പറഞ്ഞത്? മഴ വന്ന് മണ്ണ് പോയാൽ അവർക്ക് തന്നെ വേണം. വൈ ആർ ദേ വറീഡ് അബൌട്ട് ദിസ്? സോ ദാറ്റ് ഷോസ് ദ ഇന്റൻഷൻ. എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും ആവർത്തിച്ച് ചോദിച്ചു. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 15/8/2018 യന്ത്രസഹായത്താൽ പ്രസ്തുത ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ ഷട്ടറുടെ നിരപ്പിന്റെ മുകളിൽ ജലം ഉയർന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വെള്ളം അടച്ചു പോരുന്നത്? അന്ന് തൊട്ടേ വെള്ളം തുറന്നിട്ടുണ്ട്. അതേസമയം പ്രളയ അഴിമതി വിവാദത്തിൽ നിരാഹാര സമരവുമായി ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. മന്ത്രി K. കൃഷ്ണൻകുട്ടിയും മാത്യു T. തോമസും രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് സമരം. 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് അറിഞ്ഞിട്ടും മന്ത്രി അധികാരത്തിൽ തുടരുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ശബ്ദരേഖ AI നിർമ്മിതമാണെങ്കിൽ നിയമ നടപടിക്ക് പോകണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. മന്ത്രി ഇത്രയും വലിയൊരു വിഷയം അറിഞ്ഞിട്ടും മൗനം പാലിച്ചത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഒരു നിമിഷം പോലും വൈകാതെ പോലീസിലും ഇലക്ഷൻ കമ്മീഷനിലും പരാതി കൊടുക്കാൻ തയ്യാറാവണം. രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായാണ് സുമേഷ് അച്യുതൻ നിരാഹാരം ഇരിക്കുന്നതെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടിയും തിരിച്ചടിച്ചു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ട് ഒറ്റപ്പെട്ടവർ നടത്തുന്ന യോജിച്ച സമരമെന്നും ആരോപണത്തെ നിയമപരമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഒരു ആരാധനാലയത്തിലെ ആചാരങ്ങളിൽ സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. ശബരിമലയൊക്കെ സംബന്ധിച്ച ആ വിഷയത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. പൊതുശാന്തിയെയും നൈതികതയെയും ബാധിച്ചാൽ ഇടപെടാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ചില ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമുണ്ടെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിലാണ് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും ഇത്തരത്തിലൊരു വാദം ഉണ്ടായത്. ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ 2ാം ദിവസം ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത്. ഇതിനിടയിലാണ് വിഷയത്തിൽ അവിശ്വാസികളുടെ ഹർജി എന്തിനു പരിഗണിക്കണമെന്ന ചോദ്യം ജസ്റ്റിസ് BV നാഗരത്ന ഉയർത്തിയത്. യുവതീ പ്രവേശനത്തിനുള്ള പൊതുതാൽപര്യ ഹർജി കോടതി സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. വിശ്വാസികൾ അല്ലാത്തവർ ഹർജി നൽകേണ്ടതില്ലെന്നും ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് ഏതെങ്കിലും അയ്യപ്പ വിശ്വാസിയായ യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് BV നാഗരത്ന ചോദിച്ചു. അജണ്ടകളുമായി ചിലർ പൊതുതാൽപര്യ ഹർജിയുമായി എത്തുമെന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി. ശബരിമലയിലെ യുവതീ പ്രവേശന നിയന്ത്രണം തുടരണമെന്ന് വിവിധ മത ആചാരങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആവശ്യപ്പെട്ടു. ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിലെ നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ പരിശോധന പരിധിക്ക് പുറത്താണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ചില ആചാരങ്ങളെ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാകുമെന്ന് സുപ്രീം കോടതി മറുപടി നൽകി. ഇതിനുള്ള അധികാരം കോടതിക്കുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി.
ഒരു മതാചാരത്തെ മാത്രം അന്ധവിശ്വാസമെന്ന് വിധിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ ആചാരമാറ്റങ്ങൾക്ക് ആവശ്യമായ പണ്ഡിതപരമായ പരിജ്ഞാനം കോടതികൾക്കില്ലെന്നും വാദിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച 5-അംഗ ബെഞ്ചിന്റെ വിധി തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലൈംഗികാതിക്രമ കേസിൽ ജയിലിൽ കഴിയുന്ന സംവിധായകൻ രഞ്ജിത്തിന് ഇടക്കാല ജാമ്യമില്ല. വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും കാണിച്ചാണ് രഞ്ജിത്ത് ഇടക്കാല ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യാപേക്ഷയിൽ ഈ മാസം 10-ന് എറണാകുളം 3ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി മികവ് കാട്ടിയിട്ടും ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച് ലക്നൌ സൂപ്പർ ജയൻസ് പേസർ മുഹമ്മദ് ഷമി. IPL-ൽ ഹൈദരാബാദിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ 4 ഓവറിൽ 9 റൺസ് മാത്രം വഴങ്ങി ഷമി 2 വിക്കറ്റ് എടുത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കപ്പെടാത്തതിൽ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.